തിരുവനന്തപുരം ശ്രീകാര്യത്ത് +2 വിദ്യാർത്ഥിനിയെ വളർത്തുനായ്ക്കൾ ആക്രമിച്ചു. ഗുരുതരമായി കടിയേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടകാരികളായ ബെൽജിയൻ ഷെപ്പേർഡ് നായ്ക്കളെ ഉടമ അലക്ഷ്യമായി അഴിച്ചുവിട്ടു എന്നാരോപിച്ച് പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി. സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴായിരുന്നു +2 വിദ്യാർത്ഥിനിക്ക് നേരെ വളർത്തുനായ്ക്കളുടെ ആക്രമണം. മൺവിള സ്വദേശി മനോജ് ആശാ ദമ്പതികളുടെ മകൾ അന്ന മരിയയ്ക്കാണ് ഗുരുതരമായി കടിയേറ്റത്. കാലിൽ സാരമായി പരിക്കേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ 2 പട്ടികൾ നാക്കെല്ലാം ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരികയായിരുന്നു. പെട്ടെന്ന് ഒരു പട്ടി വന്ന എൻ്റെ ഫ്രണ്ടുണ്ട്, അവളുടെ തലയിൽ മുടിയിൽ പിടിച്ച്, അപ്പോൾ അവൾ ബാഗിട്ട് അടിച്ച്. അപ്പോൾ മറ്റേ പട്ടി എൻ്റെ പുറത്തോട്ട് ചാടിയപ്പോൾ ഞാൻ വീണിട്ട് അതിനെ കാലിലിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ വിളിച്ച്, അവൾ ബാഗ് ഇട്ട് അടിച്ചു, കുറേ അടിച്ചു. എന്നിട്ട് അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്ന് അതിനിങ്ങനെ കുറേ അടിച്ചു, അത് ഓടിപ്പോയി. പോങ്ങുമൂട് ബാബുജി നഗറിൽ കബീർ നയന ദമ്പതികളുടേതാണ് ബെൽജിയൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ബെൽജിയൻ മേലിനോയ്സ്. നായ്ക്കളെ ഉടമ അലക്ഷ്യമായി അഴിച്ചുവിട്ടു എന്നാരോപിച്ച് കുട്ടിയുടെ പിതാവ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. ആ സ്കൂളിലെ എല്ലാ കുട്ടികളും, അതായത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ആ റോഡിൽ കൂടെ പോകുന്നതാണ്. ആ കുട്ടികളെങ്ങാനുമായിരുന്നു ഈ പട്ടി പിടിച്ചിരുന്നെങ്കിൽ പല കഷണങ്ങളായി പോയനെ. പ്രൈമറി തലം മുതൽ കൊച്ചുകുട്ടികൾ കടന്നു പോകുന്ന വഴിയിലുണ്ടായ സംഭവത്തിൽ നാട്ടുകാരും രോഷത്തിലാണ്. മീഡിയ 1 തിരുവനന്തപുരം.